ഹലോ, നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, ഓയിൽ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക, പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക, ഒന്ന് ഇളക്കിയിട്ട് സബോള അരിഞ്ഞത് ചേർക്കാം. ഒരു സബോള നമുക്ക് എടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി സവാള ഒന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം, എരിവിന് ആവശ്യത്തിന്. ഒരു 2.5 ഇട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ പച്ചമണം മാറി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ചിക്കൻ മസാല ആണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പൊടി കരിയാതെ അതിനു മുന്നേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ്സിന് മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നേരെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കട്ടെ കേട്ടോ. നമ്മൾ ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ മറന്നു പോയൊരു സാധനമുണ്ട്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം, വേപ്പില. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് മീഡിയം തീയിൽ തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.